ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് മീനമാസം 30-ാം തീയതി, അതായത് 2017 ഏപ്രിൽ മാസം 13-ാം തീയതി. ഇന്ന് വ്യാഴാഴ്ചയാണ്. നക്ഷത്രം വിശാഖമാണ്. ഇന്ന് പെസഹ വ്യാഴം കൂടിയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇപ്പോൾ ചോദിച്ചു വരുന്നത് വിഷുഫലം ഓരോ രാശിക്കാരെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ്. മീനം രാശിക്കാർക്ക് എങ്ങനെയാണ് ഈ വിഷുക്കാലം, ഈ വിഷുഫലം എങ്ങനെയാണ്? അവർക്ക് നല്ലതാണോ മോശമാണോ അതോ സമ്മിശ്രമാണോ? എന്തൊക്കെയാണ് മുൻകരുതലുകൾ എടുക്കാവുന്നത്? എന്തൊക്കെയാണ് പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ച് കിട്ടാവുന്നത്? ഇതൊക്കെ നമുക്ക് പ്രിയങ്കരനായ ഗുരുനാഥനിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കാം. സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഒടുവിൽ 15 നാഴിക, ഉത്രട്ടാതി നക്ഷത്രം, രേവതി നക്ഷത്രം എന്നീ 2 നക്ഷത്രം അടങ്ങുന്ന രാശിയാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ധനസ്ഥാനത്ത് സൂര്യൻ വിഷുവൽ പുണ്യകാലമായ മേടം 1-ാം തീയതി മുതൽ പ്രവേശിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കണ്ടകശനിക്കാലവുമാണ്. ജനുവരി 26 മുതൽ കണ്ടകശനിയാണ്. 7-ാമത്തെ നിവൃത്തി സ്ഥാനത്ത് വ്യാഴസ്ഥിതിയും 2018 ആഗസ്റ്റ് മാസം വരെ ഉണ്ടാവും. ഗുണദോഷ സമ്മിശ്രത്താൽ ഗുണാധിക്യമുള്ള ഒരു കാലഘട്ടമാണ്. ഗുണാധിക്യം എന്ന് പറയുമ്പം ദോഷഫലങ്ങളെ തടുത്തു നിർത്താൻ ശക്തിയും കെൽപ്പുമുള്ള ഒരു വ്യാഴഗ്രഹമാണ് കന്നിരാശിയിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്നത്. താങ്ങും തണലുമായി സാമ്പത്തിക നിലയിലും ഔദ്യോഗിക തലത്തിലും ആരോഗ്യകാര്യത്തിലും കുടുംബകാര്യത്തിലും ഭരണതലത്തിലും എന്നു വേണ്ട ഏതിനും എന്തിനും വ്യാഴഗ്രഹം ശനിയുടെ ദോഷത്തെ മറികടക്കാനായി മഴയത്ത് വെയിലത്തും കുടചൂടും പോലെ താങ്ങും തണലുമായിട്ട് വ്യാഴഗ്രഹം നിൽക്കുന്നു. സംഭവിക്കാൻ സാധ്യതയുള്ള വൻ ദുരിതങ്ങൾ, കടബാധ്യതകൾ എന്നിവയ്ക്ക് മുന്നോടിയായിട്ട് വിവരങ്ങളെല്ലാം അറിയുവാനുള്ള ഒരു ജ്ഞാനദൃഷ്ടിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വ്യക്തികളിൽ നിന്ന് അറിഞ്ഞു കിട്ടാനുള്ള ഭാഗ്യങ്ങളോ, തന്നിമിത്തം ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള സാധ്യതകളും, ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും, ദുരിതങ്ങളിൽ നിന്ന് ഒഴിയാനുള്ള ഉപായങ്ങളും എല്ലാം സംജാതമാകുന്ന ഒരു കാലഘട്ടമാണ് ഈ രാശിക്കാർക്ക്. ദാമ്പത്യപരമായി ഉണ്ടായിരുന്ന ക്ഷീണങ്ങൾ മാറി ദമ്പതികൾ പുനഃസമാഗമം ഉണ്ടാവുന്നതും, ഗൃഹവസ്തു വാഹനാദികൾ ഇല്ലാത്തവർക്ക് അല്പസ്വല്പം ബാധ്യതകളിലൂടെ, കടബാധ്യതകളിലൂടെ വസ്തു, ഗൃഹം, വാഹനം എന്നിവയൊക്കെ ഉണ്ടാകുവാനോ നിർമ്മിക്കുവാനോ പരിഷ്കരിക്കുവാനോ ഉള്ള ഒരു ഭാഗ്യം. ഉദ്ദേശിച്ച തന്നെ ശമ്പളത്തോടു കൂടിയ ജോലി കിട്ടിയില്ലെങ്കിൽ തന്നെയും ഏതെങ്കിലും തരക്കേടില്ലാത്ത ജോലി വൈദേശികപരമായി കിട്ടുന്നതിനുള്ള ഭാഗ്യം, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് വലിയ ശമ്പളമൊന്നും കിട്ടിയില്ലെങ്കിൽ തന്നെയും അടുത്ത 1-2 വർഷത്തേക്കിന് ന്യായമായി ജീവിക്കുവാനുള്ള സേവന വേതന പരിഷ്കാരത്തോടു കൂടിയ ജോലിയും ശേഷം ശമ്പള ഉദ്യോഗ പരിഷ്കാരങ്ങൾ ലഭിക്കുവാനുള്ള ഭാഗ്യങ്ങളും ഉണ്ടാവും. മുടങ്ങിക്കിടന്ന കാര്യാദികൾക്ക് തീർപ്പ് കൽപ്പിക്കുകയും സന്താനാദികൾ ഇല്ലാതിരുന്നവർക്ക് ഉണ്ടാകുവാനുള്ള ഭാഗ്യങ്ങളും, പൊതുവെ സ്വന്തജനങ്ങൾക്ക് ക്ഷീണകാലവും, ആരോഗ്യപരമായി അല്പം ദോഷകാലവും. എന്നാൽ ദീർഘയാത്ര, പുതിയ സംവിധാനങ്ങൾ, പുതിയ സംരംഭങ്ങൾ, പുതിയ മേച്ചൽ സ്ഥലങ്ങൾ, പുതിയ വരുമാന ഉറവിടങ്ങൾ, പ്രഭുജന പ്രീതി, അപ്രതീക്ഷിത സാമ്പത്തികം, ഒഴുക്കുവെള്ളം പോലെ വന്ന് ഒഴുക്കുവെള്ളം പോലെ പോകുന്ന തരത്തിൽ പണം വന്ന് പോകാനുള്ള സാധ്യതകളും, പുതിയ ലോൺ, ജെട്ടി മുതലായതൊക്കെ പാസ്സാവുകയും പെട്ടെന്ന് തന്നെ അവ തീർന്നു കിട്ടുകയും ചെയ്യുന്നൊരു കാലമാണ്. എല്ലാത്തിനും ഒരു പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാകുകയും എന്നാൽ സാമ്പത്തികം, ആരോഗ്യം, മറ്റ് ഭൗതിക നേട്ടങ്ങൾ എന്നിവ സ്ഥിരമായി നിൽക്കാതിരിക്കുകയും ചെയ്യുന്നൊരു പ്രത്യേകതയാണ് ഈ രാശിക്കാർക്ക്. പ്രത്യേകിച്ച് ഈ വിഷു മുതൽ അടുത്ത 1 വർഷത്തേക്കിന് ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കണം, കയ്യിൽ വരുന്ന സാമ്പത്തികം നിലനിർത്താൻ ശ്രദ്ധിക്കണം, ഭൗതിക സമ്പത്തുകൾ നഷ്ടപ്പെടാതിരിക്കുവാൻ സൂക്ഷിക്കണം, ശത്രുക്കൾ അടുത്തുകൂടുവാനുള്ള സാധ്യതയുണ്ട്, വഞ്ചനാത്മകപരമായിട്ട് അവയെ ശ്രദ്ധിക്കണം, അസമയത്തുള്ള യാത്രകൾ, മൃഗങ്ങൾ,
എന്നിവയെ സൂക്ഷിക്കണം. ഇടിമിന്നൽ അതുപോലെ പ്രകൃതി സംബന്ധമായ ദുരന്തങ്ങളിലൊന്നും പെടാതെ ശ്രദ്ധിക്കുക. സാഹസിക യാത്രകൾ ശ്രദ്ധിക്കുക. എന്നാൽ പുണ്യദേവാലയ ദർശനയോഗം, പ്രഭുജനപ്രീതി, ഉദ്യോഗലബ്ധി, വിദേശാനുകൂല്യങ്ങൾ, അപ്രതീക്ഷിത ധനം, അതുപോലെ തന്നെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം, കുട്ടികൾ സന്താനങ്ങൾ മുഖാന്തരമുള്ള അഭിവൃദ്ധി ഐശ്വര്യാദികൾ, പുതിയ മേച്ചൽ സ്ഥലങ്ങൾ, പുതിയ ബിസിനസ്സുകൾ ഏതെങ്കിലും ബിസിനസ്സുകാർക്ക് ചെയ്യുവാനുള്ള കാര്യങ്ങൾ, വലിയ മുതലൊന്നും മുടക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്ര ശിവക്ഷേത്ര ദർശനം നടത്തുകയും ജലധാര കൂവളമാല മുതലായ വഴിപാടുകളൊക്കെ ചെയ്ത് ഒരു വർഷത്തേക്കിന് ശനിദോഷാദികൾ ശമനം വരുത്തേണ്ടതാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ ദാനധർമാനുഷ്ഠാനങ്ങൾ ചെയ്യുക. സൂര്യഭഗവാന്റെ ഇടപെടൽ കൊണ്ട് കൂടുതൽ പണച്ചെലവുകൾ ഉണ്ടാക്കി വരാനുള്ള സാധ്യതകളുണ്ട്. ആ പണച്ചെലവുകൾ നിലക്ക് നിർത്തുന്നതിനും ഐശ്വര്യം നിലനിർത്തുന്നതിനും ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം, ഞായറാഴ്ച ദാനധർമാനുഷ്ഠാനങ്ങൾ എന്നിവയുണ്ടാകുക. വന്നു ചേരുന്ന ധനം, ഉദ്യോഗം, ഭാഗ്യം, ദാമ്പത്യം, ഐകമത്യം, പ്രഭുജനപ്രീതി, അതുപോലെ സഹായ സൗകര്യങ്ങൾ, പുതിയതായിട്ട് തുടങ്ങുന്ന ബിസിനസ്സുകൾ, ഗ്രഹം, വസ്തു, വാഹനം എന്നിവ സംരക്ഷിക്കുവാൻ തടയണ കെട്ടി നിർത്തുന്ന പോലെയുള്ള നല്ലൊരു ഉറച്ച തീരുമാനം, സംരക്ഷണം, അത് എല്ലാ നിയമപരമായിട്ടും ഒക്കെ സൂക്ഷിച്ചിരിക്കാനുള്ളൊരു മുൻകരുതലുകൾ എല്ലാത്തിനും വേണം. ശനിയാഴ്ച ഒരിക്കലെടുക്കണം. ഇപ്രകാരം ചെയ്താൽ ദോഷഫലങ്ങളിൽ നിന്ന് ഈ വർഷം മാറി നിൽക്കുകയും ഗുണഫലങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കും പ്രശ്നപരിഹാരങ്ങൾക്കുമൊക്കെയായി ഡോക്ടർ കുടമാള ശർമാജിയിൽ നിന്ന് ഉപദേശം തേടാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശങ്ങളുമൊക്കെ സ്വീകരിക്കുക.